എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വെള്ളിയാഴ്ചയും ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ന് രാത്രിയും റിലീസുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. എന്നിട്ടും സിനിമയുടെ OTT സൈൻ അപ്പ് പ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കാണ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നത്. നടികർ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും റിലീസുണ്ട്. ടോനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ നടികർ സിനിമ ഇന്ന് രാത്രി സർപ്രൈസായിട്ട് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സംശയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. വിനയ് ഫോർട്ട് അടക്കം ഒരുപാട് പേര് സംശയം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു സംശയം. ഇപ്പോഴിതാ ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കണ്ണപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ തുടങ്ങി ഒരുപാട് താരനിര അഭിനയിച്ച സിനിമയാണ് കണ്ണപ്പ. ആമസോൺ പ്രൈം ആയിരുന്നു കണ്ണപ്പയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ സിനിമ റിലീസാകുമെന്ന റൂമർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ണപ്പ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. കണ്ണപ്പ സിനിമയുടെ മലയാളം വെർഷൻ അടക്കം എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് മാർഗൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിജയ് ആന്റണിയാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് മാർഗൻ സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു തമിഴ് സിനിമയാണ്. ഇന്ന് രാത്രി ടെൻകോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് മാർഗൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മി ഇവരാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് DNA. മനോരമ മാക്സ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. അടുത്ത വീക്കാണ് DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ന് രാത്രി ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസായിട്ട് വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് റിലീസായില്ലെങ്കിൽ പിന്നെ അടുത്ത വീക്കായിരിക്കും സിനിമയുടെ റിലീസ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർസമീൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. പൃഥ്വിരാജ്, കാജലൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് OTT റിലീസ് മൂവിയാണ്. ഇപ്പോഴിതാ സർസമീൻ എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ മാസം 25-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർഗൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിജയ് ആന്റണിയാണ് മാർഗൻ സിനിമയിലെ നായിക. നല്ല അഭിപ്രായമാണ് മാർഗൻ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ടെൻകോട്ട സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 25-നാണ് മാർഗൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല ഹൈപ്പിൽ സിനിമ വന്നുവെങ്കിലും പെട്ടെന്ന് സിനിമ വാഷൗട്ടായി. സുരേഷ് ഗോപിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ JSK എന്ന സിനിമ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിലായിരിക്കും JSK സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. തിയേറ്ററുകളിൽ ബസൂക്ക പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം നല്ല അഭിനയമാണ് മമ്മൂട്ടി ബസൂക്കയിൽ കാഴ്ചവെച്ചത്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീക്ക് സിനിമ വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ ബസൂക്ക റിലീസാക്കിയിട്ടില്ല. ഇപ്പോഴിതാ ജൂലൈ മാസം 28-ന് C5-ൽ ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു സിനിമയായിരുന്നു സർക്കിട്ട്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ചെറിയൊരു കഥയാണ് സർക്കിട്ട് പറഞ്ഞു പോയത്. ആസിഫ് അലിയാണ് സർക്കിട്ട്
സിനിമയിലെ നായകൻ ആസിഫ് അലിക്ക് ഹാട്രിക് വിജയം നേടാൻ സാധിച്ചില്ല. ഇപ്പോഴിതാ സർക്കിട്ട് സിനിമ OTT റിലീസിന് എത്തുകയാണ്. ആമസോൺ പ്രൈം സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ജൂലൈ 28-ന് സർക്കിറ്റ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.